CBSE സ്റ്റേറ്റ് ICSE 12th സ്റ്റാൻഡേർഡുകാർക്ക് 2 ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ട് ഹൗ വിൽ യു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദം യൂസിങ് എ കെമിക്കൽ ടെസ്റ്റ് ചോദിക്കാറുണ്ട്. 10 വളരെ കോമൺ ആയിട്ടുള്ള കെമിക്കൽ ടെസ്റ്റുകൾ ഞാൻ നിങ്ങളോട് പറയാം. ഇതിനകത്തൊരു 3 എണ്ണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാലോഫോം ടെസ്റ്റാണ്. ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നേരിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഈ 5 മാർക്ക് ക്വസ്റ്റ്യനകത്ത് അതൊരു മീഥൈൽ കീറ്റോൺ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ഈ ഹാലോഫോം ടെസ്റ്റ് തരും കേട്ടോ. രണ്ടാമത്തത് കാർബിലമീൻ ടെസ്റ്റാണ്. നേരിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രൈമറി അമീൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് ലൂക്കാസ് ടെസ്റ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾ. പിന്നെ ഹിൻസ്ബർഗ് റിയേജൻ ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻ. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഇടയിലൊക്കെ വരുന്നതാണ് ഷിസ് റിയേജൻ്റെ ടോളറൻസ് ടെസ്റ്റ്, ഫെല്ലിൻസ് ടെസ്റ്റൊക്കെ പറയാതെ പറയണത് എന്ത് ആൽഡിഹൈഡാണോ കീറ്റോൺ ആണോ എന്നൊക്കെ ഉള്ളത്. പിന്നുള്ളത് ബൈകാർബണേറ്റ് ടെസ്റ്റാണ്. അതും ഈ പറഞ്ഞ പോലെ കാർബോക്സിലിക് ആസിഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേയേഴ്സ് ടെസ്റ്റ് അൺസാച്ചുറേഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഒരെണ്ണമാണ് ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്, അൺസാച്ചുറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. പിന്നെ ഈ 5 മാർക്കിൻ്റെ ഇടയിൽ കാർബണൈൽ കോമ്പൗണ്ട് ആണെന്ന് പറയാതെ പറയുന്നൊരു ടെസ്റ്റാണ് DNP ടെസ്റ്റ്. ഇതൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ന്യൂട്രൽ ഫോറിക്ലോറൈഡ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഫിനോളിൻ്റെ ടെസ്റ്റിന് നിങ്ങൾ ഓർഗാനിക്കിന് പഠിച്ചിട്ടുണ്ട്. അത് തിയറിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക. എവിടെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഒരു 4-5 എണ്ണം നിങ്ങൾക്ക് ഈ ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. താങ്ക് യു.